മുസ്ലിം ലീഗിൽ കലാപക്കൊടി ഉയർത്തിയ അബ്ദുറഹ്മാൻ രണ്ടത്താണിക്കെതിരെ KPA മജീദ്. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത് ആരായാലും അവർ പാർട്ടിയുടെ ശത്രുക്കളാണ്. സ്ഥാനാർത്ഥി പട്ടികയിലുള്ളവർ കഴിവും പ്രാഗൽഭ്യവും ഉള്ളവരാണ്. 27 സീറ്റുകളുള്ള ലീഗിന് എല്ലാവരെയും തൃപ്തിപ്പെടുത്താനാകില്ല എന്നും KPA മജീദ് പറഞ്ഞു. മുബഷീർ P. അക്ബർ വിവരങ്ങളുമായി. ഇപ്പോൾ അതൃപ്തി പ്രധാനപ്പെട്ട നേതാവിൽ നിന്നാണ് വന്നിരിക്കുന്നത്, അബ്ദുറഹ്മാൻ രണ്ടത്താണിയിൽ നിന്നാണ്. അപ്പോൾ KPA മജീദും താൻ ഇത്തവണ ഇല്ല എന്ന് പരസ്യമായി പ്രതികരിച്ച നേതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം രണ്ടത്താണിക്കെതിരെ എന്താണ് പറയുന്നത് മുബഷീർ? ഇത്തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റിനെ പൂർണ്ണമായിട്ടും അഭിനന്ദിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവും തിരങ്ങാടിയിലെ മുൻ MLA കൂടിയായിട്ടുള്ള KPA മജീദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിലാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിക്കെതിരെ ഒരു പരോക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. അതിൽ KPA മജീദ് സൂചിപ്പിക്കുന്നത്, അതായത് കടുത്ത ഭാഷയിൽ KPA മജീദ് പറഞ്ഞു വെക്കുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത് ആരായാലും അവർ പാർട്ടിയുടെ ശത്രുക്കളാണെന്നുള്ളതാണ് KPA മജീദ് വിമർശിക്കുന്നത്. ലീഗിന്റേത് മികച്ച സ്ഥാനാർത്ഥി പട്ടികയാണ്. പാണക്കാട്ട് നിന്ന് പ്രഖ്യാപനം വന്നാൽ നെഞ്ചേറ്റുന്നതാണ് പാർട്ടി പ്രവർത്തകരുടെ പാരമ്പര്യം എന്നൊക്കെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് KPA മജീദ് അബ്ദുറഹ്മാൻ രണ്ടത്താണിക്കെതിരെ ഒരു പരോക്ഷ വിമർശനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നേരത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുള്ള PMA സലാം കടുത്ത ഭാഷയിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി വിമർശിച്ച് നമ്മൾ കണ്ടതായിരുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ മയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോഴും ലീഗിന്റെ മറ്റു നേതാക്കൾ ഈ സ്ഥാനാർത്ഥി പട്ടികക്കെതിരെ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്ന രണ്ടത്താണിയെ പോലെയുള്ള നൂർ ബിൻ റഷീദ് പോലെയുള്ള നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത് ശത്രുക്കളാണെന്ന് പറയുമ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി ശത്രുക്കളുടെ പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും രണ്ടത്താണിയെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. അദ്ദേഹവുമായിട്ട് വീണ്ടും ചർച്ച നടത്തുമെന്നുള്ളതാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് രാവിലെ ഈ മാധ്യമങ്ങൾ കണ്ട സമയത്ത് പറഞ്ഞിരുന്നത്. രണ്ടത്താണി ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹം റിമൂവ് ചെയ്തിട്ടുമില്ല. ഇന്നലെ ഒരു പരോക്ഷമായിട്ടുള്ള വിമർശനം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോയൊക്കെ തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയിരുന്നതും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് റിമൂവ് ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പരോക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു ഭാഗത്ത് CPM അദ്ദേഹത്തെ ഇടതുപാളയത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം നയം വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ എന്തായിരിക്കും തുടർ നീക്കങ്ങൾ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഏറെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത്. സ്മൃതി. ശരി, മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്.